വിവരമില്ലാത്ത ചില മഹാന്മാരെ മഖബറിൽ പോയിട്ട് ഉരുളുന്നവരുണ്ട്, മഖബറിൽ പോയിട്ട് സുജൂദ് ചെയ്യുന്നവരുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതൊന്നും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയല്ല. വിവരമില്ലാത്തവരുടെ വിവരക്കേടാണ്. സുബ്ഹാനല്ലാഹ് വസുജൂദുൽ ജഹലതി ബൈന യദൈ മശായിഖിഹിം ഹറാം. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ എന്താണ്? മശായിഖന്മാരും ശൈഖന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യൽ പച്ച ഹറാം. റുബ്ബമാ യുഅദ്ദി ദാലിക ഇലൽ കുഫ്രി. ചിലപ്പോൾ കുഫറിലേക്ക് തന്നെ എത്തിപ്പോകും. ശൈഖന്മാരെ മഖബറിൽ പോയിട്ട് സുജൂദ് ചെയ്യുക, ശൈഖന്മാർക്ക് സുജൂദ് ചെയ്യുക, ഒക്കെ വ്യാജ തരീഖത്തുകാരുടെ ആശയങ്ങളാണ്. ഒന്നും മുസ്ലിമീങ്ങൾക്ക് ബാധകം അല്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു വലിയ ബിദ്അത്താണ്. ഇതുപോലത്തെ വേറൊരു ബിദ്അത്ത് പറയട്ടെ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ജുമഅ പഠിപ്പിച്ചു തന്നു. ആ ജുമഅ എങ്ങനെ പഠിപ്പിച്ചു തന്നത്? ബാങ്ക് അറബിയിൽ, നിസ്കാരം അറബിയിൽ, ഖുത്ബ അറബിയിൽ, ദിക്ർ അറബിയിൽ, തക്ബീർ അറബിയിൽ, എല്ലാ അറബി ഭാഷയിൽ. ജുമഅ മാത്രം എല്ലാ നിസ്കാരവും എല്ലാ ഇബാദത്തും അങ്ങനെ തന്നെ, എല്ലാ ദിക്റും അങ്ങനെ തന്നെ, അറബിയിൽ മാത്രം. നബി തങ്ങൾ പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കി അതുപോലെ നിസ്കരിച്ചോളാം. എന്നാൽ ചിലരെന്ത് ചെയ്തു? അവർക്ക് റസൂലുള്ളാഹിനെ അംഗീകരിക്കാൻ ഭാഗ്യമുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ ജുമഅ നിസ്കരിച്ചിട്ടില്ല. ജുമഅ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നിർവഹിച്ചിട്ടില്ല. നിസ്കാരത്തിനൊരു ഭാഷ, ഖുതുബക്കൊരു ഭാഷ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, സഹാബത്തിന്റെ ജീവിതത്തിലില്ല. 1300ഓളം കൊല്ലം ലോകത്തൊരൊറ്റ പണ്ഡിതനും ലോകത്തൊരു പള്ളിയിലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നിർവഹിച്ചിട്ടില്ല. പിന്നെങ്ങനെ ഇംഗ്ലീഷിൽ ഖുതുബ ഓതിയിട്ട് അറബിയിൽ നിസ്കരിക്കുക, അല്ലെ മലയാളത്തിൽ ഖുതുബ ഓതിയിട്ട് അറബിയിൽ നിസ്കരിക്കുക? അപ്പൊ ജുമയാവൂല. മിനാറുള്ളതൊക്കെ പള്ളിയാണെന്ന് വിചാരിച്ചിട്ട് കാണുന്നൊക്കെ നിസ്കാരം എന്ന് വിചാരിച്ച് കയറുന്ന ഏർപ്പാടുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു കൂട്ടർ പള്ളി ഉണ്ടാക്കി. നാട്ടു പള്ളി ഇല്ലായിട്ടല്ല, പിന്നെ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കാൻ വന്നു. അതൊരു വലിയ പരിപാടി, ഒരു പുതിയ തന്ത്രമാണ്. എപ്പോഴുള്ള പുതിയ തന്ത്രം? റസൂലുള്ളാഹിന്റെ കാലത്തുള്ള മുനാഫിക്കുകളെ തന്ത്രമാണ്. അവരാശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ശരിയായ വിശ്വാസമുള്ള ആളുകൾ കൊണ്ട് പ്രകാശനം ചെയ്യിപ്പിക്കുക, ശരിയായ വിശ്വാസമുള്ള ആളുകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക. അത് ഒരു വലിയ കുതന്ത്രമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കുന്നില്ല, തഖും ഫീഹി അബദാ ലമസ്ജിദുൻ നുസിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. അപ്പള്ളി കേറി പോകരുത് നബിയേ, ഉദ്ഘാടനത്തിന് പോകരുത് എന്ന് മാത്രമല്ല, ഉദ്ഘാടനം ചെയ്യരുത് എന്ന് മാത്രമല്ല, അപ്പള്ളി കേറി നിസ്കരിച്ചു പോകരുത് നബിയേ. ലാ തഖും ഫീഹി അബദാ. കാരണം വല്ലദീന തഖസൂ മസ്ജിദൻ ദിറാറൻ, അതേ അവര് ജനങ്ങൾക്കിടയിൽ ഇടങ്ങാറുണ്ടാക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്ന മുനാഫിഖീങ്ങളാണ്. എന്തിനാണ് അവരെ പള്ളി നിർമ്മിക്കുന്നത്? വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ. ഒന്നിച്ച് ഒരുമിച്ച് നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി. അവിടെയുള്ള പോലത്തെ ജുമഅല്ല ഇവിടെ, ഇവിടെയുള്ള പോലത്തെ ജമാഅത്തല്ല അവിടെ, ഇവിടെയുള്ള ദുആ അവിടെ ഇല്ല, ഇവിടെയുള്ള ദിക്ർ അവിടെ ഇല്ല, ഇവിടെയുള്ള തറാവീന്റെ എണ്ണം അവിടെ ഇല്ല. ഇങ്ങനെ മുസ്ലിമീങ്ങളെ റമദാനിലും ഭിന്നിപ്പിക്കണം, വെള്ളിയാഴ്ചയും ഭിന്നിപ്പിക്കണം, എല്ലാ സ്ഥലത്തും ഭിന്നിപ്പിക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന കക്ഷികൾ. അത് കാപട്യമല്ലേ? അതാണ് അല്ലാഹ് പറയുന്നു, വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ. നബി തങ്ങളുടെ നേതൃത്വത്തിൽ നീങ്ങുന്ന മുഅ്മിനീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പള്ളി നിർമ്മിക്കുന്ന കക്ഷികൾ അവർ മുനാഫിഖുകളാണ് നബിയേ, അവർക്ക് ഈമാനില്ല നബിയേ. ആ പള്ളിയിൽ കേറിപ്പോകരുത് നബിയേ. നബി തങ്ങൾ ആ പള്ളി പൊളിച്ചു കളയാൻ ഓർഡർ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മൾ ഓർക്കണം, കാണുന്നതൊക്കെ പള്ളിയാണെന്ന നിലയ്ക്ക് ഈമാനുള്ളവൻ കേറിപ്പോകരുത്. അത് ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചൊരു സംഗതിയാണ്.
പള്ളിയല്ലേ എന്ന് വിചാരിച്ച് കയറിക്കൂടാ, നിസ്കാരം ബാത്തുലാക്കിക്കൂടാ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പാവപ്പെട്ട പേരോട് ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയില്ലേ? നബി തങ്ങളാണ് പറഞ്ഞത്, ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിച്ചോളണമെന്ന്. വകാന യഖ്തുബു ബിൽ അറബിയ്യ, നബി തങ്ങൾ അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രമാണ് ജുമഅ നിസ്കരിച്ചത്. അതുകൊണ്ട് തന്നെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ച ഒരാൾ ജുമഅ നടത്തിയാൽ ആ ജുമഅ ബാത്തിലാണ്, ആ ജുമഅ മതിയാകൂല. അത്തരത്തിലുള്ള വല്ലതിലും പെട്ടുപോയവരുണ്ടെങ്കിൽ ളുഹ്ർ ഖളാ വീട്ടണേ എന്ന നിയമമല്ലേ ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. ആ ഇമാമിങ്ങളെ പവർ ഞാൻ പറയണോ? ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയില്ലേ? ഇമാം നവവി തങ്ങൾ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്കണഞ്ഞു പോയി. ഇന്നത്തതുപോലെയുള്ള ലൈറ്റ് അല്ലല്ലോ, അവിടെ വേറെ സംവിധാനമില്ലല്ലോ, തിരിവിളക്കാണല്ലോ. നവവി ഇമാമിന്റെ കയ്യിന്റെ വിരലിൽ നിന്ന് കറാമത്തിനാൽ എഴുത്ത് പൂർത്തീകരിക്കാൻ പ്രകാശം ലഭിക്കുന്നു. ഏതുപോലെ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിലില്ലേ, അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു, മുസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വീട്ടിൽ നിന്ന് സമയം വളരെ വൈകിട്ട് പോകുമ്പോൾ അവരെ കയ്യിലെ വടി പ്രകാശിച്ചില്ലേ, വെളിച്ചം കൊടുത്തില്ലേ? അത് സഹാബത്തിന്റെ കറാമത്തല്ലേ? അതുപോലെയുള്ള കറാമത്ത് ധാരാളം കണ്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ? ആ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് മഹാനവറുകൾ, അതാ മഹാനവറുകളെ തൊപ്പിയും കട്ടിട്ട് ഒരു കള്ളൻ ഓടിക്കളഞ്ഞു. കള്ളൻ ഓടുന്നത് കണ്ടു, കട്ടുപോകുന്നത് കണ്ടു. നവവി ഇമാമിന് ഇങ്ങനെ ആലോചിച്ച്, പഠിച്ചോനെ എൻ്റെ തൊപ്പി പോയല്ലോ എന്നല്ല, അവൻ നരകത്ത് കിടക്കുമല്ലോ, അല്ലാ അവനെങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക? അതാണ് ശരിയായ ആലിമീങ്ങൾ. അവർക്ക് ആരോടും വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, എല്ലാവരും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയാ. സ്വന്തം തൊപ്പി കണ്ടവൻ രക്ഷപ്പെടണം എന്നാ ചിന്ത. അതിനെന്ത് ചെയ്തു? പൊരുത്തപ്പെട്ടിട്ടും മനസ്സിന് സമാനല്ലേ. ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അയാൾ അറിയൂലല്ലോ, അപ്പൊ പിന്നെ അത് ഉപയോഗിക്കൽ അയാൾക്ക് ഹറാം തന്നെയല്ലേ. അപ്പൊ പിന്നെ വിവരം പറയാന്ന് വിചാരിച്ചു. അതിന് ഇയാൾ ഫോൺ നമ്പർ വെച്ചാ പോയത്. നവവി ഇമാം റളിയല്ലാഹു അൻഹു അയാളെ പിന്നാലെ നടന്നു, ഓടി. എന്തിന്? പൊരുത്തപ്പെട്ടു എന്ന് പറയാൻ, അയാൾക്കത് ഹലാലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഓടി സമീപത്തെത്തിയപ്പോ കള്ളൻ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. അപ്പോഴുണ്ട് ഉടമസ്ഥൻ ഓടി വരുന്നത്. അപ്പൊ ഇവൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. അപ്പൊ നവവി ഇമാം ഓർക്കെ വിളിച്ചു പറഞ്ഞു, റളിയതുലക അഖ്ബിൽ വസ്മഅ വദ്ഹബ്. മോനെ, ഞാൻ പൊരുത്തപ്പെട്ടു, അത് കേട്ടിട്ട് ഓടിക്ക മോനെ, നിനക്ക് ഹലാലാക്കി തരാനായി പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞു. അത്രയും നല്ല ശുദ്ധ മനസ്സുള്ള മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ്, അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചാൽ അത് ജുമഅയല്ല. സുഹൃത്തുക്കളെ, നല്ല ബോധം വേണം. ദുനിയാവിൽ ലയിച്ചു പോകരുത്. ദുനിയാവെന്ന് പറയുന്നത് വലിയ ചതിക്കുന്ന സാധനമാണ്. ദുനിയാവിലെ പണമോ, ദുനിയാവിലെ അധികാരമോ, ദുനിയാവിലെ സ്ഥാനമോ അതിനൊന്നും നിലനിൽപ്പില്ല കേട്ടോ. സുയ്യന ലിന്നാസി ഹുബ്ബുസ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. പൊന്നും പണവും പെണ്ണും, അതുപോലെ തന്നെ നല്ല വാഹനവും കുതിരയും, അതുപോലെ പലതും ദുന്യാവിൻ്റെ സാധനങ്ങൾ. അല്ലാഹ് പറയുന്നതൊക്കെ ദുന്യാവിനുള്ള സുഖാനുഭൂതികളാണ്. അതെല്ലാം അതൊരു വലിയ സംഗതിയായി, അത് വലിയ വിഷയമായി. ദുന്യാവിലെ പണത്തിന്, അധികാരത്തിന് സ്ഥാനം നൽകുന്നവരുണ്ട്. ഓ നബിയേ, ഖുൽ ഔനബ്ബിയുകും ബിഖൈരിൻ മിൻ ദാലികും. എന്നാൽ ഈ ദുന്യാവിലെ പണമോ, ദുന്യാവിലെ അധികാരം
അതൊന്നുമല്ലല്ലോ വിഷയം. പറയൂ നബിയേ, ഔ നബിയുക്കും ബിഖൈരിൻ മിൻ ദാലികും, അതിനേക്കാളൊക്കെ എത്രയോ ഖൈറായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറയൂ നബിയേ. എന്താണത്? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറ വറിദ്വാനും മിനല്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ദുനിയാവിലെ പണവും അധികാരവും ഒന്നുമല്ല. പിന്നെ എന്താണ് വിഷയം? ലില്ലദീന തഖൗ, അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വെറുപ്പില്ലാതെ, നല്ല മനസ്സോടുകൂടി അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുത്തു, അള്ളാഹു വിരോധിച്ചതൊക്കെ ഒഴിച്ചു. അവൻ കള്ളുകുടിയനായിട്ടില്ല, അവൻ പെണ്ണുപിടിയനായിട്ടില്ല, അവൻ കഞ്ചാവുകാരനായിട്ടില്ല, അവൻ ഭാര്യയെ പീഡിപ്പിച്ചിട്ടില്ല, ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല, ഭർത്താവിനെ ധിക്കരിച്ചിട്ടില്ല, അതേപോലെ പ്രായമുള്ളവരെ അവഗണിച്ചിട്ടില്ല, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല, സയ്യിദന്മാരെ നിന്ദിച്ചിട്ടില്ല, അതുപോലെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല, വർഗീയത ഉണ്ടാക്കിയിട്ടില്ല, അതുപോലെ ഭീകരവാദിയായിട്ടില്ല, തീവ്രവാദിയായിട്ടില്ല. അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് താഴ്മയോടുകൂടെ ജീവിച്ചു. അങ്ങനെയുള്ള തഖ്വയുള്ളവൻ, തഖ്വ ഇവിടെയാ, മനസ്സിൽ അഹങ്കാരവും വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ലാതെ തെളിഞ്ഞ മനസ്സോടുകൂടെ, അങ്ങനെ അതോടുകൂടെ തന്നെ അള്ളാഹു കൽപ്പിച്ചതെടുത്തു, കൃത്യമായി നിസ്കരിച്ചു, നോമ്പെടുത്തു, സക്കാത്ത് കൊടുത്തു, ഹജ്ജ് ചെയ്തു, കുടുംബ ബന്ധം ചേർത്തു, അയൽവാസികൾക്ക് നന്മ ചെയ്തു. അങ്ങനെ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് തഖ്വയോടെ ജീവിച്ചവൻ, ഹറാം കൈയൊഴിച്ചവൻ, അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യാൻ പോയിട്ടില്ല, അന്യപുരുഷനെ ആകർഷിപ്പിക്കുന്ന വിധത്തിൽ വസ്ത്രധാരണ നടത്തിയിട്ടില്ല, അതുപോലെ ഹറാമിലെ പോയിട്ടില്ല. തഖ്വയോടെ ജീവിച്ചവർ ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് തോട്ടങ്ങളുണ്ട്, സ്വർഗ്ഗങ്ങളുണ്ട്, അതിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നുണ്ട്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഓ മനുഷ്യ, നിന്റെ ഭൂമിയിലുള്ള എസ്റ്റേറ്റ് പോലെയല്ല, നിന്റെ ഭൂമിയിലെ തോട്ടം പോലെയല്ല. അവിടെ നീയും ഞാനും എത്ര കാലം താമസിച്ചാലും, അതേ ഒരു 10, 60, 70, 80, 100 കൊല്ലം ജീവിച്ചെന്ന് വന്നാൽ തന്നെ അവിടുന്ന് നീ ഇറങ്ങിപ്പോകൂലേ? എൻ്റെ ബാപ്പ ഉണ്ടാക്കിയ വീട്ടിൽ ഇന്ന് എൻ്റെ ബാപ്പയില്ല. എൻ്റെ ബാപ്പ കുഴിച്ചിട്ട് തെങ്ങിൽ നിന്ന് ബാപ്പ ഇന്ന് ഇളനീര് പറിക്കുന്നില്ല. എൻ്റെ ബാപ്പ കുഴിച്ചിട്ട മാവിൽ നിന്ന് മാങ്ങ പറിക്കുന്നില്ല. ബാപ്പ അതാ ഉണ്ടാക്കി വെച്ച കട്ടിലിൽ ഇന്ന് കിടക്കുന്നില്ല. അതേ ബാപ്പ ഉണ്ടാക്കി വെച്ച ബെഡിൽ കിടക്കുന്നില്ല. റബ്ബേ, ഈ പാവപ്പെട്ട എൻ്റെ ബാപ്പ മരിച്ചുപോയ മാസമാണ് ദുൽഖഅദ്. അവിടുത്തെ ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ മരിച്ചുപോയ ഉമ്മ ബാപ്പമാർ, ഉസ്താദുമാർ, സ്നേഹിച്ച ജനങ്ങൾ എല്ലാവർക്കും ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. സുഹൃത്തുക്കളെ, ഈ പാവപ്പെട്ട ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. ഞാൻ ഇന്ന് കയറുന്ന വാഹനം കൈയൊഴിച്ച് ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞതുപോലെ മയ്യിത്ത് കട്ടിലിൽ കയറണമല്ലോ, വസ്ത്രങ്ങൾ ഊരി വെച്ച് കഫൻ തുണി കൊണ്ട് പൊതിയണമല്ലോ. അതേ സമയത്ത് സ്വർഗത്തിലെത്തിയ ആലോ, ഓ മുഅ്മിനീകളെ, മുഅ്മിനാത്തുകളെ, പണത്തിന് വേണ്ടി നമ്മളെ ഈമാൻ വിൽക്കരുത് കേട്ടോ. ചിലപ്പോൾ അതാ ക്രിസ്ത്യാനികളായ ആളുകൾ വലിയ പണം തന്നിട്ട് അവരെ മതത്തിലേക്ക് ക്ഷണിച്ചെന്ന് വരും. അതുപോലെ വലിയ പണം തന്നിട്ട് ചിലർ
മുജാഹിദിലേക്ക് വിളിച്ചെന്ന് വരും, ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വിളിച്ചെന്ന് വരും. ആ താൽക്കാലികമായ പണം കണ്ട് പെട്ടുപോകരുത് കേട്ടോ. ഫയാ ഖസറത നഫ്സിൻ ഫീ തിജാറതിഹാ ലം തസ്തരിദീന ബിദ്ദുനിയാ വലം തസൂമി വമൻ യബി ആജിലൻ മിൻഹു ബിആജിലിഹി യബില്ലഹുൽ അബ്നു ഫീ ബൈഇൻ വഫീ സലാമി. ഇമാം ബൂസിരി തങ്ങൾ വെറുതെ പറഞ്ഞതല്ലല്ലോ. മൻകാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ ആശയമല്ലേ ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞത്? ആരെങ്കിലും ആഖിറത്തിലേക്ക് കിട്ടണമെന്ന നിലക്ക് പ്രവർത്തിച്ചാൽ അതേ നസിദ് ലഹു ഫീ ഹർസിഹി. സുബ്ഹാനല്ലാഹ്, ഒന്നിന് 10 ഇരട്ടിയും 70 ഇരട്ടിയും 700 ഇരട്ടിയും എത്രയും റബ്ബ് കൊടുക്കും, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അമലി ചെയ്താൽ. എന്നാൽ ഒരുത്തൻ ദുന്യാവ് കിട്ടണമെന്ന നിലയ്ക്ക് പണത്തിന് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ വല്ലവനും പ്രവർത്തിച്ചാൽ, അതനുസരിച്ച് നീങ്ങിയാൽ നൂതിഹി മിൻഹാ, അതേ പണം കിട്ടിയെന്ന് വരാം, അധികാരം കിട്ടിയെന്ന് വരാം. അല്ലാഹ് പറയുന്നു വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അവന് ആഖിറത്തിൽ ഒന്നും കിട്ടൂല, ആഖിറത്തിൽ ഒന്നും കിട്ടൂല. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും പെടുത്തരുത്. അല്ലാഹ് ഖാലിദീന ഫീഹാ, സ്വർഗത്തിൽ കാലകാലം താമസിക്കാൻ കഴിയുന്നു തഖ്വയുള്ളവർക്ക്. ഖുൽ ലൗ നബ്ബിയുകും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജും മുതഹ്ഹറ. അവിടെ അതാ നല്ല സംശുദ്ധമതികളായ ഭാര്യമാരും ശുദ്ധരായ ഭർത്താക്കന്മാരും, വളരെ സന്തോഷകരമായ ഇണകൾ. അവർക്ക് ജലദോഷവുമില്ല, പനിയുമില്ല, കൂർക്കമ്പൽക്കലുമില്ല, ക്യാൻസറുമില്ല, ട്യൂബറുമില്ല, ഷുഗറുമില്ല, പ്രഷറുമില്ല, ഒരു രോഗവുമില്ല, ഒരു പ്രശ്നവുമില്ല. ഏറ്റവും നല്ല യുവത്വത്തിൽ കാലകാലവും സന്തോഷത്തോടെ ഏറ്റവും ഭംഗിയോടെ. അല്ലാഹുവിന്റെ വലിയ പൊരുത്തവും അതല്ലേ ഏറ്റവും വലുത്. എല്ലാം തന്ന റബ്ബിന്റെ പൊരുത്തം. അതല്ലാതെ ഏത് മുതലാളിന്റെ പൊരുത്തം കിട്ടിയിട്ട് ഇവിടെ എന്താണ്? ഏത് രാജാവിന്റെ പൊരുത്തം കിട്ടിയിട്ട് ഇവിടെ എന്താണ്? അല്ലാഹുവിന്റെ പൊരുത്തമല്ലേ ലഭിക്കേണ്ടത്. വറിദ്വാനും മിനല്ലാഹ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അല്ലാഹു അവന്റെ അടിമകളെ നന്നായി കാണുന്നവനും അറിയുന്നവനുമാണ്. ഓരോരുത്തൻ്റെയും ലക്ഷ്യവും ഉദ്ദേശവും പോക്കും വരവും എല്ലാം റബ്ബ് നന്നായി കാണുന്നവനാണ്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അങ്ങനെയുള്ള അടിമകളുടെ സ്വഭാവം എന്താണ്? അല്ലദീന യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ റബ്ബന അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. പടച്ച റബ്ബിനോട് സദാസമയവും ദുആ ചെയ്യുന്നു, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു, ഞങ്ങൾ ഈമാനിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും ഞങ്ങളെ വാക്കുകൾ കേൾക്കുന്നവരെയും ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരെയും നീ ആക്കിത്തരണം അല്ലാഹ്.